അപ്പം ഞാനും മിച്ചുക്കുട്ടനും പിന്നെ എൻ്റെ അമ്മയാണ് കേട്ടോ കൂടെ ഉള്ളത്. ഞങ്ങൾ 3 പേരും കൂടി ഒന്ന് ഒറ്റപ്പാലത്തോട്ട് പോവുകയാണ്. അപ്പം ഞാൻ വീട്ടിലെത്തിയിട്ട് ഞങ്ങളൊന്നും പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു ലോറി കൂട്ടിയിടിച്ചിട്ട്. അപ്പോൾ അവിടെ നല്ല തിരക്കും ബഹളങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ നേരെ ആദ്യം തന്നെ ചൂടായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തണുത്തത് കഴിക്കാൻ പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ ഷെയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ വരുമ്പോൾ വിചാരിച്ചതാണ് അമ്മേനെ കൂട്ടിപ്പോയി ഷെയ്ക്കൊക്കെ മേടിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ അതാ ഓരോ ചിക്കൻ റോളും ഷെയ്ക്കൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട്. ചിക്കൻ റോൾ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ കേട്ടോ. ആ സമയത്താണ് ഷെയ്ക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഞാനൊരു ഡയറി മിൽക്ക് ഷെയ്ക്കാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് പിന്നെ സ്ട്രോബെറിയാണ് ഇഷ്ടം. അപ്പോൾ അതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിച്ചുക്കുട്ടനെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്നും മേടിച്ചില്ല. അവൻ ഞങ്ങളുടെ നിന്ന് 2 പേരിൽ നിന്നും കൂടി കഴിച്ചോളൂ കേട്ടോ. അത്രയൊക്കെ അവൻ കഴിക്കാറുള്ളൂ. അപ്പോൾ ഞാനിതാ അവനിങ്ങനെ വായിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം സ്പൂണിലാണ് അവന് കോരി കോരി കൊടുക്കുന്നത്. എനിക്കാണെങ്കിൽ അതൊന്നും കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനിതാ അവന് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അവനെന്തായാലും ഇഷ്ടമായി. അവന് ഇനിയും വേണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അതാ അമ്മക്കുട്ടി മുന്നിൽ ഇരുന്നിട്ട് ഇതാ ഷെയ്ക്ക് കുടിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫാൻസിക്ക് പോയി. അമ്മയ്ക്ക് കമ്മൽ നോക്കണം, പിന്നെ എനിക്ക് പൊട്ടൊക്കെ നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാനിതാ അവിടെ എത്തിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു. വീട്ടിലെത്തിയപ്പോൾ ഇതാ അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു വെറൈറ്റി വണ്ടി പോകണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നോക്കിയപ്പോൾ അതാ ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു മോഡൽ വണ്ടി പോകുന്നത് കാണുന്നത്. അപ്പോൾ അത് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നിന്നു. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നോക്കി കുറേ നേരം അങ്ങനെ നിന്നു. നല്ല ചൂടായതുകൊണ്ട് തന്നെ അമ്മ മോരൊക്കെ കലക്കി തന്നു. പിന്നെ ഇതാ അതൊക്കെ കുടിച്ച് പിന്നെ ഞാനും മിച്ചുക്കുട്ടനും കൂടി സുഖമായിട്ടൊന്ന് ഉറങ്ങി കേട്ടോ.